ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്നൊരു പുതിയ വ്ളോഗാണ്. കുറേ നാളായാലും ഒരു വ്ളോഗൊക്കെ ചെയ്തിട്ട്. അപ്പോൾ ഞാൻ ഓർത്തു എന്നാൽ ഒരു ലെങ്തി വണ്ണ് തന്നെ ആയിക്കോട്ടെ എന്ന്. അപ്പോൾ ഇത് കുറച്ച് ദിവസങ്ങളിൽ ഞാൻ എടുത്ത വീഡിയോ ക്ലിപ്സ് കമ്പൈൻ ചെയ്തിട്ട് ഒരു ഡേയ്സ് ഇൻ മൈ ലൈഫ് പോലെയാണ് ഞാൻ ചെയ്യുന്നത്. ഇത് കാണുമ്പോൾ നിങ്ങൾ ഓർക്കും ഇത് വെള്ളയപ്പമാണോ അതോ ദോശയാണോ എന്ന്. സത്യം പറഞ്ഞാൽ അത് ദോശച്ചട്ടിയിൽ വെള്ളയപ്പം ഉണ്ടാക്കിയതാണ്. വെള്ളയപ്പ ചട്ടി ചീത്തായി പോയതുകൊണ്ട് തന്നെ ഇപ്പോൾ ദോശച്ചട്ടിയിലാണ് വെള്ളയപ്പം ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ദോശയാണോ വെള്ളയപ്പമാണോ തിരിച്ചറിയാൻ പറ്റാത്ത ഒരു ടൈപ്പ് സാധനമാകും. അപ്പോൾ ഞാൻ ഫുഡ് കഴിച്ചിട്ട് ഇന്ന് നേരെ പുറത്തേക്ക് പോകുവാണ്. രാവിലെ തന്നെ കുറേ പരിപാടിയുണ്ട്. അപ്പോൾ നമുക്കിന്നൊരു ഹാമ്പറിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലേക്കുള്ള ഹാമ്പറും വാങ്ങണമായിരുന്നു. പിന്നെ കുറച്ച് പ്രിന്റ് കൊടുക്കാനുണ്ടായിരുന്നു പോളറോയിഡ്സിൻ്റെ. പ്രിന്റ് ഷോപ്പും ഈ ഷോപ്പും അപ്പുറത്തും ഇപ്പുറത്തും ആയതുകൊണ്ട് തന്നെ എനിക്ക് എളുപ്പമായി. മുന്നേക്ക് കുറേ ദൂരമുള്ള ഷോപ്പിൽ നിന്നായിരുന്നു വാങ്ങിച്ചിട്ടുണ്ടിരുന്നത്. ഈ ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ കൂടെ എപ്പോഴും പോയിക്കൊണ്ടിരുന്നാലും ഞാൻ ഈ ഷോപ്പിലോട്ട് അങ്ങനെ കയറിയിട്ടുണ്ടായിരുന്നില്ല. ഇതിൻ്റെ ഡിസ്പ്ലേയിൽ ഇപ്പറഞ്ഞ ഹാമ്പേഴ്സ് ഒന്നും അല്ലായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്, വേറെ ഒരു ടൈപ്പ് ഓഫ് സാധനമായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്തു അങ്ങനത്തെ ബോക്സൊക്കെ ഉള്ള കടയാണെന്ന് വിചാരിച്ച് ഞാൻ കയറിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു ഹാമ്പറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അങ്ങനെ ഹാമ്പറും പ്രിൻറ്റും ഒക്കെ എടുത്തിട്ട് നമ്മളിത് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഇത് ഇന്ന് തന്നെ സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, 2 ദിവസം ടൈമുണ്ട്. അപ്പോൾ പയ്യെ സാധനങ്ങളൊക്കെ പോയി വാങ്ങിച്ച് റിലാക്സ് ആയിട്ട് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഈ ഒരു ഓർഡർ എനിക്ക് തന്നത് എൻ്റെ ഒരു ഫ്രണ്ട് തന്നെയാണ്. അപ്പോൾ പുള്ളിയുടെ ബെസ്റ്റ് ഫ്രണ്ട് ബർത്ത്ഡേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ഡയറക്റ്റ് വന്ന് കളക്ട് ചെയ്യാം, കൊറിയർ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അതുകൊണ്ട് റിലാക്സ് ആയിട്ട് പയ്യെ സെറ്റ് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ ഞാൻ വീടെത്തി. ഇവിടുത്തെ കുറേ പൂച്ചക്കുഞ്ഞുങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഞാനിപ്പോൾ ഈ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് ഇതൊക്കെ വലുതായി. കാരണം ഞാൻ പറഞ്ഞല്ലോ കുറേ അധികം വീഡിയോസ് നമുക്കുണ്ട്. അപ്പോൾ അത് ഞാൻ ഇട്ടിട്ട് തീർക്കുവാണ്. അപ്പോൾ ഇത് കുറേ നാൾ മുന്നേ എടുത്ത വീഡിയോ ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ വീടെത്തി പെട്ടെന്നൊന്ന് കിടക്കുവാണ്. കുറച്ച് നേരം ഒന്ന് കിടന്നിട്ട് എഴുന്നേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് പ്രിൻ്റ് എടുത്തത്. അപ്പോൾ കുറച്ച് പോളറോയിഡ്സും പിന്നെ ഫ്രെയിമിൽ വെക്കാനുള്ള കുറച്ച് ഫോട്ടോസും ഉണ്ടായിരുന്നു. അപ്പോൾ ബാക്കി സ്ഥലത്ത് ഞാൻ എൻ്റെയും കുറച്ച് ഫോട്ടോസൊക്കെ പോളറോയിഡ്സ് ആക്കി. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാനാണ്, അതായത് എന്നെയാണ്. ഇങ്ങനെ ബാക്കി വരുന്ന സ്ഥലത്താണ് ഞാൻ മിക്കപ്പോഴും എനിക്ക് വേണ്ടിയിട്ടുള്ള പോളറോയിഡ്സൊക്കെ പ്രിൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളിന്ന് പ്രിൻ്റ് എടുത്തത്. ഇനി ഇതൊക്കെ ട്രിം ചെയ്യാനുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ഹാമർ വാങ്ങുന്നത്. എപ്പോഴും ഫുൾ കവേർഡ് ആയിട്ടുള്ളതായിരിക്കും വാങ്ങാറുള്ളത്. ഇതിപ്പോൾ കുറച്ച് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളത് നോക്കിയാണ് എടുത്തിട്ടുള്ളത്. ഈ ഹാമറിലേക്ക് തന്നെ വെക്കാനുള്ള ഫ്ലവേഴ്സും ഫ്രെയിമും ഉണ്ടോ ഇത്. ഈ ഒരു ടൈപ്പ് ഫ്രെയിമും ഞാൻ ആദ്യമായിട്ടാണ് വാങ്ങുന്നത്. ഇതിന് മുന്നേ പ്ലെയിൻ വൈറ്റ് ബോർഡർ വരുന്നത് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ഡിസൈൻ വരുന്ന ടൈപ്പൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് വാങ്ങുന്നത്. ഇതിൽ സ്റ്റാൻഡും കൂടി ഉള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ഹെൽപ്ഫുൾ ആയിരിക്കും. ടേബിളിലാണെങ്കിലും ഷെൽഫിലാണെങ്കിലൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഇത് വെക്കാൻ പറ്റും. എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനത്തെ ഒരു ഫ്രെയിം വേണം എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമല്ലോ. നമുക്കൊന്ന് വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതി. നമ്പർ ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു റോസ് ആണെന്നുണ്ടെങ്കിൽ സെൻറ്റഡ് റോസാണ്, അത്യാവശ്യം നല്ല മണമാണ്. പിന്നെ ഇത് കണ്ടങ്ങനെ ആർട്ടിഫിഷ്യൽ റോസ് ആണെന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവത്തില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ബൊക്കെ ഓർഡേഴ്സിനൊക്കെ ഈ ഒരു റോസ് നല്ലോണം യൂസ് ചെയ്യാറുണ്ട്. കുറച്ച് ലോങ്ങിലേക്കൊക്കെയാണ് നിങ്ങൾക്ക് അയക്കാനുള്ളതെന്നുണ്ടെങ്കിൽ ഇത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിരിക്കും. കുറേ നാൾ ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും. നമ്മുടെ നോർമൽ പൂ പോലെ ഇങ്ങനെ വാടിയൊന്നും പോകത്തില്ലല്ലോ. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഇതുകൊണ്ട് ഉണ്ടാക്കിയേക്കുന്ന ബൊക്കയുടെയൊക്കെ ഫോട്ടോസും വീഡിയോസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് ജസ്റ്റ് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ഇത്രയും നല്ലൊരു ഫ്രെയിം വാങ്ങിച്ചിട്ട് നമുക്കത് പേജിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കാൻ പറ്റത്തില്ലല്ലോ. പക്ഷേ കസ്റ്റമർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓർഡർ തന്നപ്പോൾ തന്നെ ഈ ഫോട്ടോസ് ഒന്നും എവിടെയും പോസ്റ്റ് ചെയ്യരുതെന്നുള്ളത്. അതുകൊണ്ട് തന്നെ അരുവിൻ്റെ ഒരു ഫോട്ടോയും ഞാൻ പ്രിൻ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഈ ഒരു ഫ്രെയിമിൽ വെച്ചിട്ട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് അങ്ങനെയാണ് നമ്മൾ പേജിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ ഈ ഒരു വോയിസ് ഓവർ ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ പുറത്ത് നല്ല മഴയാണ്, നല്ല തകൃതിയായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുവാണ്. പിന്നെ ഇത് ഞാൻ ഇന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനി എപ്പോഴാണ് ഇടുന്നതെന്നുള്ളത് എനിക്ക് തന്നെ അറിയില്ല. ഇപ്പോൾ ഒരു ആവേശത്തിൽ വോയിസ് ഓവർ ചെയ്യാൻ ഇരിക്കുവാണ്. ഒന്നെങ്കിൽ നെയ്ബേഴ്സ്, അല്ലെങ്കിൽ മഴ, അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിലെ പട്ടി, ഒന്നും അല്ലെങ്കിൽ താഴത്തെ വീട്ടിൽ മിക്സി അടിക്കുന്ന സൗണ്ട് എന്തെങ്കിലുമൊക്കെ ആയിട്ട് എപ്പോഴും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഈ ഒരു മഴയുടെ സൗണ്ട് ചെറുതായിട്ടൊന്ന് എക്സ്ക്യൂസ് ചെയ്യുക. ഇതിപ്പോൾ ഞാൻ നേരത്തെ ട്രിം ചെയ്ത് വെച്ച കുറച്ച് പോളറോയിഡ്സ് ആണ്. അത് ലോക്കൽ പിക്കപ്പ് ആയതുകൊണ്ട് തന്നെ അവരിപ്പോൾ വാങ്ങാൻ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ വേഗം പോയിട്ട് അതൊന്ന് പാക്ക് ചെയ്ത് എടുത്തതാണ്. അപ്പോൾ എനിക്കൊന്ന് പുറത്ത് പോകാനും കൂടിയുണ്ട്. അപ്പോൾ പോണ വഴി ഇത് ഹാൻഡ് ഓവർ ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മളിന്ന് വാങ്ങിയ ഹാമ്പറിലേക്ക് ഏതൊക്കെ ചോക്ലേറ്റ്സ് എങ്ങനെയൊക്കെ വെച്ച് അറേഞ്ച് ചെയ്യണം എന്നുള്ളത് എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു ബഡ്ജറ്റ് തന്നിട്ടുണ്ടായിരുന്നു, ഇഷ്ടപ്പെട്ട ചോക്ലേറ്റ്സും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ ഞാൻ നേരെ ഹാമ്പറുമായിട്ട് ബേക്കറിയിലേക്ക് പോയി അങ്ങനെ ചോക്ലേറ്റ്സ് പർച്ചേസ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് 2 ഓർഡർ കൊറിയറും കൂടെ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. നേരെ DTDCയിലേക്കാണ് പോകുന്നത്. അവിടെ നമുക്കൊരു ചെറിയ ബൂസ്റ്റ് കിട്ടിയായിരുന്നു. എന്നാലും ഞാൻ പിന്നെ കുറച്ച് നേരം അവിടെ നിന്ന് ഡിസ്പാച്ചൊക്കെ ചെയ്ത് ഇപ്പം നേരെ അമ്മാമ്മയുടെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ നമുക്ക് ഈ ഒരു ഹാമ്പറിലേക്ക് ചോക്ലേറ്റ്സ് സെലക്ട് ചെയ്തെടുക്കാനുണ്ടെന്ന്. ഒറ്റയ്ക്ക് പോയി കഴിഞ്ഞാൽ ഒരു ഐഡിയ കിട്ടാത്തതുകൊണ്ട് ഞാൻ വളരെ എസ്തറ്റിക്കും ക്രിയേറ്റീവും ആയിട്ടുള്ള ആദീനെയും കൂടെ വിളിച്ചുകൊണ്ട് പോകാമെന്ന് ഓർത്തു. അങ്ങനെ ഞാൻ നേരെ അമ്മാവിടെ വീട്ടിലേക്ക് ചെന്നു. ആദീനെ വിളിച്ചു. ഞങ്ങൾ രണ്ടും കൂടി അപ്പോൾ തന്നെ ഇറങ്ങി. ഇവിടെ നിന്നൊരു 10 മിനിറ്റ് നടപ്പുണ്ട് ബേക്കറിയിലേക്ക്.
ഡെയറി മിൽക്കും കിറ്റ്കാറ്റും വെക്കാനായിരുന്നു നമ്മളോട് പറഞ്ഞത്. പക്ഷേ ഏത് സൈസിലുള്ളത് വെക്കണം എന്ന് ആലോചിച്ചിട്ട് ഒരു ഐഡിയ കിട്ടാത്തതുകൊണ്ടിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു പരിപാടി ചെയ്തത്. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ വീഡിയോ എടുക്കാൻ മറന്നുപോയി. ഞാൻ പിന്നെ നേരെ വീട്ടിലേക്ക് വന്നു. വീട്ടിലോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനും ഡാഡിയും കൂടെ ചെറുതായിട്ടൊന്ന് ചായ കുടിക്കാൻ ഇറങ്ങിയതാണ്. അപ്പോൾ എന്തെങ്കിലും ചെറുകടിയും കൂടെ വാങ്ങാം, എന്നിട്ട് പിന്നെ മമ്മി വർക്ക് ചെയ്യാൻ വരുമ്പോഴത്തേക്കും മൂന്നുപേർക്കും കൂടി ഒരുമിച്ചിരുന്ന് പിന്നെയും ചായ കുടിക്കാം എന്നൊക്കെയായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. അങ്ങനെ ഞങ്ങൾ ചായക്കടയിൽ പോയി. ചായക്കട എല്ലായിരുന്നു, അതൊരു ഹോട്ടലായിരുന്നു. ചായയൊക്കെ കുടിച്ചു. എന്നിട്ട് ഞങ്ങൾ വേറൊരു സ്ഥലത്ത് പോയിട്ടാണ് കടിയൊക്കെ വാങ്ങിച്ചത്. എന്നിട്ട് പിന്നെ അത് കഴിഞ്ഞ് നേരെ വീട്ടിലോട്ട് പോവുകയാണ്. ഇനിയിപ്പോൾ ഉള്ളത് അടുത്ത ഡേയിലെ വീഡിയോ ആയിരിക്കും. ഈ ഒരു ഡേ ഞാൻ ഇത്രയും ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇത് നെക്സ്റ്റ് ഡേ ആണ്. ഞാനും അരുവും കൂടി ഒന്ന് ലെൻസ് കാർട്ടിൽ പോവുകയാണ്. അരുവിൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും, അതായത് എൻ്റെ അച്ഛൻ്റെ അനിയനാണ് അരുവിൻ്റെ അച്ഛൻ. അപ്പോൾ അവരുടെ വെഡിങ് ആനിവേഴ്സറി ആണ്. അപ്പോൾ ഒരു റീഡിങ് ക്ലാസ് ഗിഫ്റ്റ് കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിപ്പോൾ റീഡിങ് ക്ലാസ് നോക്കാൻ വേണ്ടി ലെൻസ് കാർട്ടിൽ വന്നേക്കുവാണ്. അങ്ങനെ നമ്മൾ ഗ്ലാസ്സൊക്കെ സെലക്ട് ചെയ്ത് നേരെ ഇപ്പോൾ ഷർട്ട് എടുക്കാൻ പോവുകയാണ്. അപ്പോൾ കുറച്ച് നേരം നല്ല സ്കൈ ഒക്കെ കണ്ടപ്പോൾ അങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു. എന്നിട്ട് നമ്മൾ അങ്ങോട്ട് പോകുന്ന വഴി ഒരു റൂ ഹഫ്സയൊക്കെ വാങ്ങിച്ച് കുടിച്ചായിരുന്നു. കൊള്ളായിരുന്നു, ഞാൻ ആദ്യമായിട്ടാണ് ഇത് ട്രൈ ചെയ്യുന്നത്. എന്നിട്ട് പിന്നെ നമ്മൾ നേരെ ഷർട്ട് എടുക്കാൻ വന്നു. അങ്ങനെ വീഡിയോ കോൾ ചെയ്ത് ചിറ്റേനെ കാണിച്ച് ചിറ്റയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു ഷർട്ട് തന്നെ നമ്മൾ സെലക്ട് ചെയ്തു. എന്നിട്ട് പിന്നെ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ അരുവിന് ട്യൂഷന് പോകാനുള്ളതുകൊണ്ട് തന്നെ നമ്മൾ വേഗം പോവുമായിരുന്നു. എന്താണെന്നറിയില്ല, അന്ന് സ്കൈ കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു. ഈ വീഡിയോയിൽ കാണുന്ന പോലെ അല്ലായിരുന്നു, നേരിട്ട് നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ തന്നെ വീഡിയോ ഒക്കെ എടുത്ത് നമ്മൾ നേരെ അമ്മാമ്മയുടെ വീട്ടിലേക്ക് പോയി. കുറച്ച് നേരം അവിടെ ഇരുന്നതിന് ശേഷം ഞാനും ഇറങ്ങി. അപ്പോൾ ആദ്യയുടെ ഒരു ഫ്രണ്ടിൻ്റെ വീടിൻ്റെ അങ്ങോട്ട് നമ്മൾ ആക്കി കൊടുക്കാൻ പോവുമായിരുന്നു. അപ്പോൾ ആ വഴി ഞാനും പിന്നെ തിരിച്ച് വീട്ടിലേക്ക് പോയി. അവിടെ നിന്ന് ഒരു 10 മിനിറ്റേ ഉള്ളൂ വീട്ടിലേക്ക്. ഞാൻ ഫസ്റ്റ് നടന്നു പോകാമെന്നാണ് വിചാരിച്ചത്. പിന്നെ റോട്ടിൽ നിറയെ പട്ടീനെയൊക്കെ കണ്ടുകൊണ്ട് ഞാൻ ഓർത്തു റിസ്ക് എടുക്കണ്ട, അങ്ങനെ ഓട്ടോ പിടിച്ച് നേരെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇനി വേറെ പരിപാടിയൊന്നുമില്ല. നേരെ വീട്ടിൽ ചെന്നു, ഫുഡ് കഴിച്ചു, കയറി കിടന്നുറങ്ങി. ഇനി നാളെ നമുക്ക് കുറച്ച് ഷോപ്പിങ്ങും കൂടിയുണ്ട്. അപ്പോൾ ഇത് തൊട്ടടുത്ത ദിവസമാണ്. നമ്മളൊരു ഹാമ്പർ സെറ്റ് ചെയ്യുന്നുണ്ട് വെഡിങ് ആനിവേഴ്സറിക്ക് വേണ്ടി. അപ്പോൾ അതിലേക്ക് വെക്കാനുള്ള പെർഫ്യൂം വാങ്ങാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ 2 മിനി പെർഫ്യൂമാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. അത് കഴിഞ്ഞ് ഞാൻ നേരെ ഹാമ്പർ വാങ്ങാൻ വേണ്ടി വന്നു. അപ്പോൾ ഒരു ഫ്രെയിമും കൂടി എടുക്കണമായിരുന്നു. അപ്പോൾ അപ്പുറത്ത് പ്രിൻ്റ് എടുക്കാൻ കൊടുത്തിട്ടുണ്ട്. അത് റെഡിയാവുന്ന വരെ ഈ ഒരു ഷോപ്പിൽ ഇങ്ങനെ ഓരോ ഹാമ്പേഴ്സൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. എന്നിട്ട് പിന്നെ ഞാൻ നേരെ പോകുന്നത് എൻ്റെ ഒരു കസിൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കാണ്. അവിടെ ഒരു ബ്രൈഡ് ടു ബി സർപ്രൈസാണ് നടത്തുന്നുണ്ട്. അപ്പോൾ എന്നോട് അതിൻ്റെ ഫോട്ടോസൊക്കെ എടുത്തു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നേരെ അങ്ങോട്ടേക്കാണ് ഞാൻ പോകുന്നത്. ആദ്യമായിട്ടാണ് ഞാൻ പേയ്മെൻറ്റൊക്കെ വാങ്ങി ഇങ്ങനൊരു ഷൂട്ടിനൊക്കെ പോകുന്നത്. അതിൻ്റെ ഒരു ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു എങ്ങനെ ആകും എന്നുള്ളത്. പക്ഷേ ഫോട്ടോസൊക്കെ അവർക്ക് ഇഷ്ടമായെന്നാണ് പറഞ്ഞത്. എനിക്കും ഇഷ്ടമായി. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എനിക്കതൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റി. എന്നിട്ട് എനിക്ക് വഴി അറിയാത്തതുകൊണ്ട് എന്നെ വിളിക്കാൻ വേണ്ടി എൻ്റെ കസിൻ അച്ചുവും അവളുടെ ഫ്രണ്ടും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മളിനി നേരെ അങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ സർപ്രൈസ് ആയതുകൊണ്ട് തന്നെ ഇവരവിടെ ഡെക്കോറൊക്കെ ചെയ്തുകൊണ്ടിരിക്കുവാണ്. അതുകൊണ്ട് നമ്മൾ സ്പീഡിൽ അങ്ങോട്ട് പോയി ബാക്കിയെല്ലാം ഫിനിഷ് ചെയ്തു. അങ്ങനെ ബ്രൈഡ് ടു ബി ഒക്കെ കഴിഞ്ഞു ഞാൻ നേരെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുവാണ്. ബസ്സിന് പോകാനാണ് വിചാരിച്ചത്. പക്ഷേ കുറേ നേരം നിന്ന് ഫോട്ടോ എടുത്തുകൊണ്ട് തന്നെ നല്ല നടുവേനയൊക്കെ ഉണ്ടായിരുന്നു. ബസ് നോക്കി നിൽക്കാനുള്ള ക്ഷമ എനിക്കുണ്ടായില്ല. അതുകൊണ്ട് ഓട്ടോയ്ക്ക് വീട്ടിലേക്ക് പോയി. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ വാങ്ങിയ ഫ്രെയിം സെറ്റ് ചെയ്യാനുണ്ട്. ഇന്ന് തന്നെ ഇതിൻ്റെ ഫോട്ടോസും വീഡിയോസും എടുക്കണം. ഇന്ന് വൈകിട്ട് അവർക്ക് കൊടുക്കാനുള്ളതാണ്. അങ്ങനെ ഞാൻ പിന്നെ ഫ്രെയിം സെറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അരുവും ദേവും ഇവിടെ വന്നിട്ടുണ്ട്. നമ്മളെല്ലാവരും കൂടി പാർക്കിൽ പോയിട്ട് ഫോട്ടോസിനും വീഡിയോസും എടുക്കാമെന്നായിരുന്നു പ്ലാൻ. അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ എടുത്ത് നേരെ പാർക്കിലേക്ക് പോകുവാണ്. അപ്പോൾ ഇവർക്കിന്ന് ട്യൂഷനുള്ളതുകൊണ്ട് തന്നെ മാക്സിമം സ്പീഡായിട്ട് തന്നെ എല്ലാം ചെയ്യണം. ടൈമും കുറവായതുകൊണ്ട് നമ്മൾ ഗിഫ്റ്റ് റാപ്പ് വരെ എടുത്തുകൊണ്ടാണ് പോയത്. പാർക്കിലിരുന്ന് തന്നെ പാക്ക് ചെയ്തിട്ട് ഇവർ പോകുമ്പോൾ ആ വഴി കൊണ്ടുപോകാമല്ലോ എന്നൊക്കെയാണ് പ്ലാൻ. എനിക്കാണെന്നുണ്ടെങ്കിൽ ഈ തെർമോക്കോൾ പിടിച്ചിട്ട് നടക്കാനും പറ്റുന്നുണ്ടായിരുന്നില്ല. ഇതിന് വലിയ കട്ടിയില്ലാത്തതുകൊണ്ട് തന്നെ കാറ്റൊക്കെ വരുമ്പോൾ അങ്ങാടും ഇങ്ങോട്ടും പറന്നുകൊണ്ടിരിക്കുമായിരുന്നു. പാലത്തിൻ്റെ മുകളിൽ കൂടെ തെർമോക്കോൾ പിടിച്ച് നടക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മൾ പയ്യെ നടന്നു പോയത്. ഈ ഭാഗത്തൂടെ എപ്പോൾ പോയാലും നല്ല ഭംഗിയാണ്. അങ്ങോട്ട് നോക്കുമ്പോൾ നല്ല രസമാണ്. രാവിലെ പോയാലും രാത്രി പോയാലും ഉച്ചക്ക് പോയാലും വൈകിട്ട് പോയാലും എങ്ങനെയാണെന്നുണ്ടെങ്കിലും നല്ല രസമാണ് ഇവിടെ കൂടെ നടന്നു പോകാനും ഈ വ്യൂ ഒക്കെ കാണാനും. പിന്നെ നമ്മൾ നേരായ വഴി കൂടെ പോവാതെ ഈ ഒരു ഇടങ്ങേറി കൂടിയാണ് പാർക്കിലേക്ക് പോകുന്നത്. ഇവിടെ കൂടി ആകുമ്പോഴത്തേക്കും ഒരു മതിൽ ചാടിയാൽ മതി പാർക്ക് എത്തും. മറ്റേതാകുമ്പോഴത്തേക്കും ഒരു ഇറങ്ങി പിന്നെ കുറേ നടന്നാലേ ഈ ഒരു സ്പോട്ടിലേക്ക് വരാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് മിക്കപ്പോഴും ഈ ഒരു വഴി കൂടിയാണ് നമ്മൾ പോകുന്നത്. പിന്നെ ഊഞ്ഞാലാടണം എന്നൊക്കെ ഉണ്ടെങ്കിൽ മാത്രം ഫ്രണ്ടിൽ കൂടെ പോകാറുള്ളൂ. അങ്ങനെ നമ്മൾ വേഗം ഇവിടെ എത്തി. സമയമില്ലാത്തതുകൊണ്ട് തന്നെ പെട്ടെന്നെല്ലാം ചെയ്യുമായിരുന്നു.
അപ്പോൾ ഇതായിരുന്നു നമ്മൾ സെറ്റ് ചെയ്ത ഹാമ്പർ. എനിക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ പറഞ്ഞല്ലോ ഈ ഒരു ഫ്രെയിമും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഫ്രെയിം അന്ന് ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് നടക്കുമായിരുന്നു. പിൻട്രസ്റ്റി ഫ്രെയിം, പോപ്പ് ഫ്രെയിം എന്നൊക്കെ പല പേരുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് അത് ചെയ്തത്. ന്യൂ ലോഞ്ച് ആയിരുന്നു. അപ്പോൾ ഹാമ്പറും ഫ്രെയിമും ഒക്കെ റെഡിയായി. പിന്നെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെയാണ് എടുക്കാനുണ്ടായത്. ഇതാണ് ഞാൻ അന്ന് കാണിച്ച ഫ്രെയിം. ഞാൻ പറഞ്ഞല്ലോ കസ്റ്റമറിൻ്റെ ഫോട്ടോ വെക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ അരുണിൻ്റെ ഫോട്ടോ നമ്മൾ ആഡ് ചെയ്തിട്ടാണ് ഇത് ലോഞ്ച് ചെയ്തത്. നല്ല രസമുണ്ടായി. അത്യാവശ്യം അഫോർഡബിൾ ആയിട്ടുള്ള ഒരു റേറ്റിനാണ് നമ്മളിത് സെല്ല് ചെയ്യുന്നത്. അപ്പോൾ റേറ്റൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ ഒന്ന് DM ചെയ്താൽ മതി. പിന്നെ നമ്മളിപ്പോൾ ഇത്ര നേരം വർക്ക് ചെയ്തതിൻ്റെ കുറച്ച് ബാക്കി അവശിഷ്ടങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ഒതുക്കിയിടണമായിരുന്നു. അരുവാണെങ്കിൽ അവിടെ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ 2025 വേണ്ടിയിട്ടുള്ള കലണ്ടർ നമ്മൾ കസ്റ്റമൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓൾറെഡി ലോഞ്ച് ചെയ്തതാണ്, പക്ഷേ കാറ്റലോഗിൽ ഇടാൻ പറ്റിയ ഫോട്ടോസൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കണം എന്നുണ്ടായി. ഇത് നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനത്തെ ഒരു മോഡൽ കലണ്ടർ ചെയ്യുന്നത്. ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എപ്പോഴും പറയുന്ന പോലെ തന്നെ നല്ല എസ്തറ്റിക് ആയിട്ട് ഒരു ഗേളി തീമിലാണ് നമ്മൾ ചെയ്തത്. അങ്ങനെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ നമ്മൾ നേരെ പാക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഗിഫ്റ്റ് റാപ്പ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. സെല്ലോ ടേപ്പ് എടുക്കാൻ മറന്നുകൊണ്ട് തന്നെ മാസ്കിംഗ് ടേപ്പ് വെച്ചിട്ടൊക്കെയാണ് നമ്മളിപ്പോൾ ഗിഫ്റ്റ് റാപ്പ് ചെയ്യുന്നത്. പിന്നെ വീട്ടിലേക്ക് വേണ്ടിയിട്ടുള്ളതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് നമ്മൾ നേരെ ഇറങ്ങി. ഇനിയിപ്പോൾ ഇവർ ട്യൂഷന് പോകുന്നു, ഞാൻ വീട്ടിൽ പോകുന്നു. വേറെ പരിപാടികളൊന്നും ഇന്ന് നമുക്ക് നിലവിലില്ല. അപ്പോൾ നാളെയാണ് വെഡ്ഡിങ് ആനിവേഴ്സറി. പക്ഷേ കറക്റ്റ് 12 മണിക്ക് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ നമ്മൾ വേഗം തന്നെ ഇതെല്ലാം സെറ്റാക്കിയേക്കുന്നത്. അങ്ങനെ ഞാൻ പിന്നെ നേരെ വീട്ടിലേക്ക് പോന്നു. അപ്പോൾ കുറച്ചധികം പോളറോയിഡ്സ് നമുക്ക് കട്ട് ചെയ്യാനുണ്ട്. പിന്നെ ഇവിടെ ഒന്ന് ഒതുക്കുകയും വേണം. അതുകൊണ്ടിട്ട് തന്നെ അതിൻ്റെ കുറച്ച് പരിപാടികളൊക്കെ ആയിട്ട് അന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞു. അങ്ങനെ രാവിലെ തന്നെ ഞാൻ എഴുന്നേറ്റു. ഇന്ന് ഹാമ്പർ വാങ്ങാൻ വരും എന്നാണ് എൻ്റെ ഫ്രണ്ട് പറഞ്ഞത്. അപ്പോൾ അതങ്ങ് സെറ്റ് ചെയ്ത് വെക്കാമെന്ന് ഓർത്തപ്പോൾ ഇവിടെ മൊത്തം അലമ്പായി കിടക്കുവാണ്. അപ്പോൾ ഇതൊന്ന് ഒതുക്കാമെന്ന് വിചാരിച്ചു. എവിടെ നിന്ന് തുടങ്ങും എന്നുള്ള ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. സ്റ്റഡി ടേബിൾ ആണെങ്കിലും ഡെസ്ക് ആണെങ്കിലും ഒക്കെ അലമ്പായി കിടക്കുമായിരുന്നു. എല്ലാം കൂടെ ഒറ്റയടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസത്തെ എനർജി മൊത്തം പോകുമല്ലോ എന്ന് ഓർത്ത് വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം ഇത്തിരി സ്ഥലം ഒതുക്കി വെച്ചു. അപ്പോൾ പോളറോയിഡ്സും ഫ്രെയിംസും ഒന്നും വീഡിയോസും ഫോട്ടോസും എടുക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഗിഫ്റ്റ് റാപ്പ് ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ ഹാമ്പർ സെറ്റ് ചെയ്യുന്ന വീഡിയോ എടുക്കുന്നത്. അങ്ങനെ ഫ്രെയിം ഗിഫ്റ്റ് റാപ്പ് ചെയ്യാൻ എടുത്തപ്പോഴാണ് ഫ്രെയിം സീൽ ചെയ്തിട്ടില്ലല്ലോ എന്നുള്ള കാര്യം ആലോചിച്ചത്. ഞാൻ കൊറിയർ അയക്കുമ്പോൾ മാത്രമാണ് ഫ്രെയിം ഇങ്ങനെ സീൽ ചെയ്യാറുള്ളത്. പക്ഷേ എനിക്കെന്തോ ഒരു പേടി, ഇനി വണ്ടിക്കൊക്കെ വരുന്നതല്ലേ, കുലുങ്ങി ഗ്ലാസ് ഒന്നും പൊട്ടണ്ടല്ലോ എന്ന് ഓർത്ത് ഞാൻ നല്ലോണം തന്നെ സീൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഫ്രെയിമും പോളറോയിഡ്സൊക്കെ നമ്മൾ റാപ്പ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റീൽ എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു പാക്കിംഗ് വീഡിയോ പോലെ ഞാനിപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുവാണ്. പിന്നെ നമുക്കിന്നൊരു കൊറിയർ അയക്കാനുണ്ടായിരുന്നു. അപ്പോൾ അത് അയക്കാൻ വേണ്ടിയിട്ട് നേരെ DTDCയിലേക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ തിരിച്ചു വരുന്ന വഴി ഞാൻ കുറച്ച് കപ്പവർത്തൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് ചായ കുടിക്കാൻ. ഇതിങ്ങനെ ലൈവായിട്ട് ഉണ്ടാക്കി തരുമല്ലോ, എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇന്ന് ചായ കുടിക്കാനുള്ള കടി സെറ്റായ സന്തോഷത്തിൽ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുവാണ്. അങ്ങനെ കപ്പ് പുറത്തൊക്കെ കൂട്ടി ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കുഞ്ഞെ വിളിച്ചിട്ട് പറഞ്ഞത് ഇന്ന് വെഡിങ് ആനിവേഴ്സറി ഒക്കെ അല്ലേ, അപ്പോൾ ട്രീറ്റ് ഉണ്ട്, അപ്പോൾ പുറത്ത് പോയി ഫുഡ് കഴിക്കാന്നുള്ളത്. അപ്പോൾ ലാസ്റ്റ് മിനിറ്റ് ആയതുകൊണ്ട് തന്നെ ഹാൻഡ് മെയ്ഡ് ആയിട്ട് എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാമെന്നാണ് വിചാരിച്ചത്. പിന്നെ കാർഡായിട്ട് ഉണ്ടാക്കി തുടങ്ങിയാണ്. അപ്പോൾ ഞാൻ ഓർത്തു എന്നാൽ ഒരു ബോക്സിൽ അവർക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ചോക്ലേറ്റ്സ് ഒക്കെ ഇട്ട് ഒരു ചെറിയ ചോക്ലേറ്റ് ഹാമ്പർ എന്നത് ഇതിൽ കൊടുക്കാം എന്നുള്ളത്. അപ്പോൾ ആ ഒരു ബോക്സിൻ്റെ പൊക്കത്ത് ഇങ്ങനെ കസ്റ്റമൈസ്ഡ് ആയിട്ട് ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ ഈ പരിപാടി ചെയ്തുകൊണ്ടിരിക്കുന്നത്.
അങ്ങനെ അതൊക്കെ സെറ്റാക്കി കണ്ടപ്പോൾ ഡാഡി എന്നെ അങ്ങോട്ട് ആക്കി തരുവാണ്. അപ്പോൾ പോകാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ പൂച്ചക്കുഞ്ഞുങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പൂച്ചക്കുഞ്ഞുങ്ങളെ. പക്ഷേ ഇവരൊന്നും അങ്ങനെ അധികം ഇണങ്ങാത്തൊരു ടൈപ്പ് പൂച്ചക്കുഞ്ഞുങ്ങളായിരുന്നു. ഭയങ്കര പേടിയാണ് ഇവർക്ക്. ഇപ്പോൾ നല്ലോണം ഇണങ്ങി കേട്ടോ. ആ ഒരു ടൈമിൽ ഇവരങ്ങനെ ഇണങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ എന്നെ ഡ്രോപ്പ് ചെയ്ത് തന്നിട്ട് ഡാഡി പോയി. അപ്പോൾ ഞാൻ നേരെ അമ്മാമ്മയുടെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് കല്ലു ബേബി എന്നും പറഞ്ഞ് 24 മണിക്കൂറിന് സ്വന്തം പേര് വിളിച്ച് പറയുന്നതാണ് ഈ തത്തയുടെ ഹോബി. ഞാനവിടെ ചെന്നപ്പോൾ ആരും റെഡി ആയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും റെഡിയായി ഇറങ്ങി. നമ്മൾ നേരെ അർബൻ പറാത്തയിലേക്കാണ് പോയത്. അപ്പോൾ ഇവർക്ക് കേക്കൊക്കെ സർപ്രൈസായിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കേക്ക് കട്ടിങ്ങൊക്കെ കഴിഞ്ഞു. നല്ല അടിപൊളിയായിട്ട് തന്നെ ഫുഡൊക്കെ കഴിച്ചു. നല്ല അടിപൊളി ഫുഡാണ് കേട്ടോ ഇവിടെ. അപ്പോൾ നിങ്ങൾക്ക് പോകണം എന്നുണ്ടെങ്കിൽ പോയിക്കോ. തോപ്പുംപടിയിലാണ് വരുന്നത്, സ്റ്റാർബക്സിൻ്റെയൊക്കെ അപ്പുറത്തായിട്ട്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരെ വോക്ക് വേയിലേക്കാണ് പോയത്. തൊട്ടപ്പുറത്ത് തന്നെയാണല്ലോ. ഇവിടെ ഇങ്ങനെ നൈറ്റൊക്കെ വന്നിരിക്കാൻ നല്ല രസമാണ്. നല്ല വൈബുള്ള ഒരു സ്പോട്ട് തന്നെയാണ് വോക്ക് വേ. അങ്ങനെ ഒരു അരമണിക്കൂറൊക്കെ അവിടെ ഇരുന്നതിന് ശേഷം നമ്മൾ പിന്നെ ഇറങ്ങി. അപ്പോൾ നേരെ എൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്, എന്നെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി. അങ്ങനെ ഞാൻ വീടിൻ്റെ അവിടെ ഇറങ്ങി നേരെ വീട്ടിലേക്ക് പോവാണ്. ഇനി ഒന്നുമില്ല, ഫുഡ് അടിച്ചിട്ട് നല്ലോണം അങ്ങോട്ട് കിടന്നുറങ്ങുക. അപ്പോൾ അതൊക്കെയായിരുന്നു എൻ്റെ കുറച്ച് ദിവസങ്ങൾ. ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ എന്ത് ചെയ്യുവാണ്. എനിക്കറിയാം കുറച്ചധികം ലെങ്തി ആയി പോയെന്നുള്ളത്, പക്ഷേ ഞാൻ ഓർത്തു ഇരിക്കട്ടെ, കുറേ നാളായല്ലോ വ്ളോഗൊക്കെ ഇട്ടിട്ട്. എന്തായാലും എപ്പോഴും പറയുന്ന പോലെ ഇനി തൊട്ട് കണ്ടിന്യൂസ് ആയിട്ട് വ്ളോഗ് ഇടുന്നൊന്നും ഞാൻ പറയുന്നില്ല. കാരണം ഇടയ്ക്കിങ്ങനെ ബിസിയൊക്കെ ആയി പോകുമ്പോൾ നമുക്ക് സമയം കിട്ടാറില്ല. എങ്കിലും മാക്സിമം ഒരാഴ്ച ഒരു വീഡിയോ എന്നുള്ള രീതിയിലെങ്കിലും ഇടണം എന്നാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. കാരണം ഒന്ന് അപ് ടു ഡേറ്റ് ആവണം എന്നുണ്ട്. ഇതൊക്കെ ജനുവരിയിൽ നടന്ന സംഭവങ്ങളാണ്. അപ്പോൾ ഒരു അപ് ടു ഡേറ്റ് ആയിട്ടുള്ള വ്ളോഗൊക്കെ ഇടണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതുവരെ കണ്ടിരുന്ന എല്ലാവരോടും താങ്ക് യു സോ മച്ച്.